ഹലോ, ഞാൻ അക്യുപഞ്ചറിസ്റ്റ് നാസറുദ്ദീൻ. ഞാനിവിടെ ഇപ്പം ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മുമ്പ് കേട്ടതാവാം. എങ്കിലും എൻ്റെ ഒരു കർത്തവ്യം, ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യർ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നമാണ്. അതായത് രോഗങ്ങൾ കൊണ്ട് കുറച്ച് മനുഷ്യരെങ്കിലും ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ്. അത് ഹോസ്പിറ്റലുകളിൽ നിന്ന് മറ്റ് ഹോസ്പിറ്റലുകളിലേക്കുള്ള ഒരു പാലായനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഇന്നത്തെ ജീവിത ശൈലിയാണ് സ്വന്തം ശരീരത്തെ അതിൻ്റെ ഒരു പ്രവർത്തനത്തിന് വിടാതെ നമ്മുടെ ഇഷ്ടത്തിന് അതിലേക്ക് ഇടപെടുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിന് കാരണം. ഉദാഹരണം, ഒരു 50-60 വർഷത്തിന് മുമ്പോട്ടുള്ള ഒരു മനുഷ്യരുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തെന്ന് വെച്ചാൽ, അന്ന് സാമ്പത്തിക വ്യവസ്ഥ വളരെ മോശമാണ്. അതായത് പണത്തിന് മൂല്യമുണ്ട്, അത് കാരണം പണം കുറവാണ്, തൊഴിൽ സാധ്യത കുറവാണ്. അത് കാരണം അന്നുള്ള മനുഷ്യരുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് വളരെ നല്ലതായിരുന്നു. അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവരുടെ ഭക്ഷണം, അവരുടെ വിശ്രമം, വ്യായാമം ഇത് തന്നെ പ്രകൃതിദത്തമായിട്ട് നടന്നു പോകുന്ന ഒരു സംഗതിയായിരുന്നു. ഉദാഹരണത്തിന്, സാമ്പത്തിക സ്ഥിതിയൊക്കെ മോശമായതിൻ്റെ പേരിൽ ഭക്ഷണങ്ങൾ വളരെ കുറവാണ്. 3 നേരം രാവിലെ എന്തെങ്കിലും ഒന്ന് കഴിക്കുക, അത് കഴിഞ്ഞ് പഠിക്കാൻ പോകുന്നു, ജോലിക്ക് പോകുന്നു, പല രീതിയിൽ പോകുന്നു, പിന്നെ ഉച്ചയാകുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടൂ. അത് കഴിഞ്ഞ് പിന്നെ രാത്രി ആയിരിക്കും എന്തെങ്കിലും കിട്ടുക. അത് വളരെ പരിമിതിയാണ്. ഈ രീതിയാണ് അന്നത്തെ ഭക്ഷണത്തിന്റെ ഒരു രീതി. അപ്പൊ എന്തുകൊണ്ടാണ് ഭക്ഷണം അങ്ങനെ കഴിക്കുന്നതെന്ന് വെച്ചാൽ, ഇല്ലായ്മയാണ് അധികവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്രമം. അന്ന് ഈ ഇലക്ട്രിക്കൽ ലൈനുകളും ഒന്നും അധികം എത്താത്ത സ്ഥലങ്ങളായിരുന്നു. അത് കാരണം കറണ്ടിന്റെ സാധ്യതയൊക്കെ വളരെ കുറവാണ്. പല വീടുകളും കറണ്ട് ഇല്ലാത്ത വീടുകളും ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സ്ഥിതി വിശേഷമാകുമ്പോൾ എല്ലാവരും 7 മണിക്കൊക്കെ അവരവരെ വീട് അണയും. അണഞ്ഞു കഴിഞ്ഞാൽ 8-8:30 മണി 9 മണിയൊക്കെ ആകുമ്പോൾ മാക്സിമം എല്ലാവരും ഉറക്കമാകും. സിയോ കാര്യങ്ങളോ ഒന്നുമില്ല, കറണ്ടിനൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ 8-9 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഉറക്കമാകും. പിന്നെ അത് കഴിഞ്ഞ് വ്യായാമം എന്ന് പറയുന്നത്, അന്ന് ഒരു വീട്ടിലും വലുതായിട്ട് വാഹനങ്ങളൊന്നുമില്ല, അപൂർവം വീടുകളിലേ ഉള്ളൂ. അപ്പം 4-5 കിലോമീറ്ററുകളൊക്കെ നടന്നു പോകണമെങ്കിൽ എന്ത് വേണം? നടന്നാ പോകുന്നത്. വാഹനങ്ങൾ ബുദ്ധിമുട്ടാണ്, അധികം ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ 3.5 കിലോമീറ്റർ ദൂരെ നടന്നു പോയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ രാവിലെ പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പം വ്യായാമത്തിന് പ്രത്യേകിച്ചൊരു സമയം കണ്ടെത്തണമെന്നില്ല. അധികം വീടുകളിലും അങ്ങനെ. ഒരുപക്ഷെ ചെരുപ്പ് പോലും ഇടാതെ നടക്കുന്നത്. ചെരുപ്പിടാതെ നടക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, അക്യുപഞ്ചർ ശാസ്ത്രം അനുസരിച്ച് നമ്മുടെ കാലിൻ്റെ പാദങ്ങളിലൊക്കെ ഒരുപാട് പോയിന്റുകൾ, അതായത് മർമ്മങ്ങളുണ്ട് ശരീരത്തിന്, പല ഓർഗനുകളുടെ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണ്. അത് നല്ലൊരു വ്യായാമമാണ് അന്നത്തെ കാലത്ത്. അതുകൊണ്ട് അന്നുള്ള മനുഷ്യർക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, മറ്റുള്ള പല അസുഖങ്ങളും വളരെ കുറവാണ്. വളരെ കുറവാണ്. ഏകദേശം ഞാൻ മുമ്പേ സൂചിപ്പിച്ചൊരു 10% മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടില്ല. അപ്പൊ ശരിക്കും സുന്ദരമായ ഒരു ജീവിതമാണ് അന്ന് നയിച്ചിരുന്നത്. എന്നാൽ ഇനി നമ്മൾ ആ ഒരു കാര്യം മനസ്സിലായി. ഇനി ഇന്നത്തേക്കൊന്ന് വരിക. ഇന്നത്തെ ഈ കാലത്തിൽ, പുതിയ ഈ തലമുറ, അതല്ലെങ്കിൽ പുതിയ ഈ കാലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് രോഗങ്ങളാണ്. ഈ രോഗത്തിന്റെ കാരണം തന്നെ ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ്. അന്ന് ഇല്ലാത്തതെല്ലാം ഇന്നുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പൊ ചോദിക്കുക, അന്ന് ഇല്ലാത്തത് കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇന്നത് ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയും. ശരിയായൊരു ചോദ്യമാണ്. പക്ഷെ അതിനകത്ത് വേറൊരു പ്രശ്നം എന്ത് വെച്ചാൽ, മനുഷ്യ ശരീരത്തിന്റെ ഇന്നത്തെ മനുഷ്യത്തിന്റെ ഓർഗനുകൾക്ക് ഈ കാര്യം അറിയില്ല. അന്ന് കാശ് കുറവായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ക്രമമായിട്ടുള്ള ഭക്ഷണം കിട്ടിയുള്ളൂ. ഇന്ന് കൂടുതൽ, അതുകൊണ്ട് ധാരാളം കിട്ടുന്നത്, അതിനതറിയില്ല. മനസ്സിലായില്ലേ? അതിന്റെ പ്രവർത്തനം അന്നും ഇന്നും ഒരേ കണക്ക് തന്നെ. ഹൃദയം അന്നും ഇടിക്കുന്നുണ്ട്, ഇന്നും ഇടിക്കുന്നുണ്ട്. അതിന്റെ ജോലി അത് കറക്റ്റായിട്ട് ചെയ്യുന്നു. കിഡ്നിയുടെ ജോലി അത് കറക്റ്റായിട്ട് ചെയ്യുന്നു. ലിവറിന്റെ ജോലി അത് കറക്റ്റായിട്ട് ചെയ്യുന്നു. അപ്പൊ അതിനറിയില്ല ഇയാൾ പണക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്ന് അവർക്കറിയില്ല. അപ്പം മറ്റാ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇന്നത്തെയും താരതമ്യ പഠനത്തിന് പ്രസക്തിയില്ല എന്നതാണ് മറ്റൊരു വിഷയം. ഇനി ഇന്നത്തെ അവസ്ഥയൊന്ന് എടുത്തു നോക്കുക. നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു മനുഷ്യന്റെ ഒരു സ്റ്റൊമക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ തന്നെ കൈവെള്ളം എത്രയാണോ, ഒരു കൈപ്പത്തി എത്രത്തോളം ആണോ, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാവാം. അങ്ങനെയൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇതിനെ എന്താണ് ചെയ്യുന്നത്? ഇത്രയുള്ള ഒരു സാധനത്തിനെ ഇങ്ങനെ കാറ്റടിച്ചങ്ങ് പെരുപ്പിച്ച് എത്ര വേണമെങ്കിലും വലുതാക്കാം. അങ്ങനെ വലുതാക്കി ശ്വാസം മുട്ടി ഇങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥയാണ് അധികം കാണുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാം. എങ്ങനെയാണ്? ഒരു 1/3 ഭാഗം ഭക്ഷണമാകാം. ഇനി എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ആരോഗ്യത്തിന് വേണ്ടിയാണ്. പല രീതിയിൽ ആരോഗ്യ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇനി ഭക്ഷണം എപ്പോഴാണ് കഴിക്കേണ്ടത്? വിശക്കുമ്പോഴാണ് കഴിക്കേണ്ടത്. ഭക്ഷണം ആവശ്യം എന്ന് തോന്നുമ്പോൾ ശരീരം തന്നെ നമ്മളോട് പറയും ഭക്ഷണം വേണമെന്ന്. അതാണ് വിശപ്പ്. ആ വിശക്കുന്ന സമയം, ആ വിശപ്പ് മാറാൻ വേണ്ടി മാത്രമുള്ള ആഹാരം കഴിക്കുക. അങ്ങനെ കഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടായി, കുറച്ച് ഒരു ഭാഗം, 1/3 ഭാഗം കാലിയായിട്ട് കിടക്കുക. ഇത് പ്രവാചകന്റെ ഒരു ചര്യയും കൂടിയാണ്. അതൊരു വേറെ വിഷയം. അപ്പൊ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല മനുഷ്യന്റെ ശരീരത്തിന് നല്ല എനർജി ആയിരിക്കും. ഏത് സമയം എന്തും ചെയ്യാനും, ജോലി ചെയ്യാനും, ഓടാനും ചാടാനും നടക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. അതേസമയം ചിന്തിച്ചു നോക്ക്, വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ യാത്രമുട്ടി ഇരിക്കാനേ പറ്റും. അല്ലാതെ ഒന്നും കഴിയില്ല. ആ ഒരു അവസ്ഥയാണ്.
അതുപോലെ തന്നെ വിശ്രമത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ രാത്രി എല്ലാ സൗകര്യമുണ്ട്, AC ഉണ്ട്, കറണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വീട്ടിലെത്തുന്നത് തന്നെ കറങ്ങി അടിച്ച് 10-12 മണിക്കായിരിക്കാം. പിന്നെ വന്നിട്ട് ഈ 12 മണിക്കായിരിക്കും ഭക്ഷണം കഴിക്കുക. അതിനുശേഷം 2, 3, 1 മണി, 2 മണി, 3 മണിക്കൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത് തന്നെ. ഇവിടെയും ആ വിശ്രമത്തിന്റെ താളം തെറ്റുകയാണ്. അത് കഴിഞ്ഞ് രാവിലെ എപ്പോഴെങ്കിലും എഴുന്നേക്കും. അപ്പൊ പലരും പറഞ്ഞ IT മേഖല ജോലിയാണ്, ആയിക്കോട്ടെ. അപ്പൊ എഴുന്നേക്കുന്നത് എത്രത്തോളം താമസിച്ച് കിടക്കുന്നു അത്രത്തോളം താമസിച്ചായിരിക്കും രാവിലെ എഴുന്നേക്കുന്നത്. അതും ആരോഗ്യ പ്രശ്നത്തിന് ഒരു കാരണമാണ്. ഇനി അത് മൂന്നാമത്തെ വിഷയം എന്ന് പറയുമ്പം ആഹാരം കഴിഞ്ഞ് വിശ്രമം കഴിഞ്ഞ് വ്യായാമം എന്ന് പറയുന്നത് തീരെ ഇല്ലാത്തൊരവസ്ഥയാണ്. എല്ലാവർക്കും അധികം ഈ മേഖലകൾ അനുസരിച്ചുള്ള ജോലിയാണ്. അപ്പൊ ആ മേഖല അനുസരിച്ച് ചിലപ്പോൾ ഇരുന്നായിരിക്കും പണിയെടുക്കുക. പിന്നെ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ആയാലും 1/2 കിലോമീറ്റർ ആയാലും വാഹനത്തിലായിരിക്കും പോകുന്നത്. അപ്പൊ ആ രീതി വെച്ച് നോക്കാം. പിന്നെ ഇവര് സ്വയം ഒരു വ്യായാമത്തിന് ചിലപ്പം താല്പര്യപ്പെടുന്നവർ കാണും, ഇല്ലാത്തവർ കാണും. അപ്പൊ ആ രീതി അവിടെ ഒരു പരാജയത്തിന്റെ അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ശരീരം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ശരീരം തന്നെയാണ്, ശരീരത്തിന്. കാരണം നമ്മളറിയാതെ തന്നെ പല സെൽഫ് മെയിൻറ്റെയിനുകളും ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതിനാവശ്യമായ രീതിയിൽ നമ്മൾ ശരീരത്തെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ഇത് മനസ്സുകൊണ്ടാണ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ശരീരത്തെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ കഴിയുക? ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ 3 കാര്യങ്ങളെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക. അതിനു വേണ്ടി തയ്യാറെടുക്കേണ്ടത് ഒന്നാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കല് മിതമായിട്ട് കഴിക്കുക. ഏത് ഭക്ഷണം കഴിക്കാമെന്നാണ് അക്യുപഞ്ചർ ശാസ്ത്രം പറയുന്നത്. ഇന്നതേ കഴിക്കാവൂ, ഇന്നത് കഴിക്കാൻ പാടില്ലെന്നല്ല. ഏത് ഭക്ഷണം കഴിക്കാം. ശരീരത്തിന് ദോഷം വരാത്ത ഏത് ഭക്ഷണവും നമ്മൾ കഴിക്കുന്നതിന് വിരോധമില്ല. പക്ഷെ കഴിക്കുന്നത് ഈ മിതത്തിലായിരിക്കണം കഴിക്കുക, അത്രയേ ഉള്ളൂ. ഇനി വിശപ്പ് വരാതെ ഒരു ഭക്ഷണം കഴിക്കാതിരിക്കുക. ഒരു പ്രാവശ്യം കഴിച്ചു, അടുത്ത വിശപ്പ് വരാതെ വീണ്ടും വീണ്ടും കിട്ടുന്ന എല്ലായിടത്തും കഴിക്കുന്ന ഒരു പ്രവണത മാറ്റിവെക്കുക. അടുത്തത് എന്താണ്? വെള്ളം. ഭക്ഷണം കഴിച്ച ഏറ്റവും നല്ല രീതി ഒരു അരമണിക്കൂറാണ് പറയുന്നത്, കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കലാണ് നല്ലത്. ദാഹം വരുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക. അതും മറ്റൊരു ചൂട് സമയമാണ്, കുറച്ച് കൂടുതൽ കുടിക്കേണ്ടവർ കുടിക്കാം, അതിനകത്തും തെറ്റില്ല, കുടിക്കാം. ദാഹം വരുമ്പോൾ കുടിക്കണം വെള്ളം. ശരി. ഇനി അടുത്തത് എന്താണ്? പിന്നെ വ്യായാമത്തിന്റെ കാര്യം ഈ പറഞ്ഞു കഴിഞ്ഞു. ഇനി വിശ്രമം അതെങ്ങനെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12 മണിക്കും 1 മണിക്കും ഒക്കെ ഉറങ്ങുമ്പോൾ ശരീരത്തിന്റെ അവകാശങ്ങളെ നിഷേധിക്കുകയാണ്. അതെന്താ വേണ്ടത്? നമ്മൾ ചെയ്യേണ്ട ശരീരത്തിന്റെ സ്വയം മെയിൻറ്റെയിൻ എന്നുള്ള ഒരു സംവിധാനം ശരീരത്തിനുണ്ട്. പകൽ സമയം ജോലി ചെയ്ത് ശരീരത്തിലുണ്ടാകുന്ന കേടുപാടുകളെ പരിഹരിക്കലാണ് ഈ സ്വയം മെയിൻറ്റെയിനിങ് എന്ന് പറയുന്നത്. അത് ശരീരം തന്നെ ചെയ്യും. അതിന് നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്രക്രിയ തുടങ്ങുന്നത് ഒരു 11 മണിക്കാണ്. 11 മണിക്ക് ഈ പ്രക്രിയ സ്റ്റാർട്ട് ആവണമെങ്കിൽ ഒരു മനുഷ്യൻ കുറഞ്ഞത് ഒരു 10 മണിക്ക് ഉറങ്ങാൻ കിടക്കണം. കാരണം കിടന്നു കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങുന്ന സ്വഭാവം അധികം ആളുകൾക്കില്ല. അതുകൊണ്ട് ഒരു 10 മണിക്ക് കിടക്കുമ്പോൾ 1 മണിക്കൂറിനകത്ത് നല്ല രീതിയിലൊന്ന് ഉറങ്ങിക്കിട്ടും. അപ്പൊ നമ്മുടെ ബോധം പോയി ഉറങ്ങിയെങ്കിൽ മാത്രമേ സെൽഫ് മെയിൻറ്റെയിൻ എന്നുള്ള ഒരു സംഗതി ശരീരത്തിൽ നടക്കൂ. ശരീരത്തിന്റെ കേടുപാടുകൾ, രോഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള എല്ലാം അത് ക്ലിയർ ചെയ്യൂ. അത് നന്നായിട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. 11 മണിക്കാണ് അത് സംഭവിക്കുക എന്നാണ് അതിൻ്റെ ഒരു വീക്ഷണം. അപ്പോൾ 11 മണിക്ക് ഉറങ്ങണമെങ്കിൽ എത്ര മണിക്ക് കിടക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അങ്ങനെ ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ രാവിലെ നമുക്ക് എഴുന്നേക്കാൻ കഴിയും, നല്ല ഫ്രഷായിട്ട് വരും. ഒരുപാട് രോഗ സാധ്യതകളെ അത് ക്ലിയർ ചെയ്ത് പോകും. ഇത് നമുക്ക് ചെയ്യാൻ കഴിയില്ല, ഒരു മരുന്നിന് കഴിയില്ല. മരുന്ന് കഴിക്കാൻ കുറേ നമ്മൾ അലോപ്പതി കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ശരിയാവാതെ വരുമ്പം ആയുർവേദത്തിൽ പോകുന്നുണ്ട്. അതും ശരിയാവാതെ വരുമ്പോൾ മറ്റ് ഹോമിയോ പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് ചികിത്സാ രീതികളൊക്കെ ഉണ്ട്. ചികിത്സാ രീതികളെ ഒന്നും അല്ല കുറ്റം പറയുന്നത്, നമ്മൾ അതിനോടുള്ള സമീപത്തെ ഒന്ന് ക്രമീകരിക്കുക എന്നത് മാത്രമാണ് പറയുന്നത്. അപ്പൊ ആ നിലയ്ക്ക് എന്ത് വേണം? ഈ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ അസുഖത്തെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും, യാതൊരു സംശയമില്ല. അക്യുപഞ്ചർ ചികിത്സ എന്നത് മരുന്ന് ലേശം പോലും ഇല്ലാത്തതാണ്. അത് ശരീരത്തിന്റെ ഈ ഓരോ ഓർഗനുകളുടെയും മർമ്മങ്ങൾ, പോയിന്റുകളുണ്ട്, അതിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ആ ഓർഗനുകളെ നന്നായിട്ട് വർക്ക് ചെയ്ത് എടുപ്പിക്കുക എന്നുള്ളതാണ് അക്യുപഞ്ചർ. ഉള്ളിലൊരു മരുന്ന് കഴിക്കുന്നില്ല. അപ്പൊ അങ്ങനെ കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ 4G എന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് അക്യുപഞ്ചർ വിശദീകരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോകുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് എല്ലാ രോഗത്തെയും തടഞ്ഞെത്തിക്കൊണ്ട് സുഖകരമായ ഒരു ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ വീക്ഷണം, അക്യുപഞ്ചർ വീക്ഷണം. അപ്പൊ ഇതിനെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ ഏതായാലും പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. അതിന്റെ കമന്റുകളൊക്കെ പാസ്സാക്കാം, അതിന്റെ മറുപടികൾ കിട്ടുന്നതാണ്. അപ്പം പല വിഷയങ്ങളും ഈ രീതിയിൽ തന്നെ സംസാരിക്കാനുണ്ട്. അപ്പൊ ആദ്യം ഇത്രയിൽ ഒതുക്കുകയാണ്. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങളൊക്കെ ഈ വിഷയത്തിൽ നമുക്ക് ചോദിക്കാം. യാതൊരു സംശയവും വേണ്ട, ധൈര്യമായിട്ട് ചോദിക്കാം. ഇനി തെറ്റാണെന്നും ശരിയാണെന്നും ചോദിക്കാം. അതുപോലെ തന്നെ ദമൂൺ എന്നൊരു യൂട്യൂബ് ചാനലാണ്. നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി തരാം. ഓക്കെ.